ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ജനങ്ങളെ വിഭജിച്ച് വർഗീയ സംഘർഷമുണ്ടാക്കി നേട്ടം കൊയ്യാനുള്ള LDFന്റെ നീക്കങ്ങൾക്ക് ജനം നൽകിയ മറുപടിയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലമെന്ന് KC വേണുഗോപാൽ MP പറഞ്ഞു. ഒരു പാർട്ടിയും ചെയ്യാൻ പാടില്ലാത്ത, ഒരു സർക്കാരും ചെയ്യാൻ പാടില്ലാത്ത ധിക്കാരപരമായ കാര്യങ്ങളാണ് കഴിഞ്ഞ 10 വർഷം CPMഉം പിണറായി സർക്കാരും ചെയ്തത്. പാർട്ടിയുടെ പോക്ക് തെറ്റായ വഴിയിലൂടെയായിരുന്നുവെന്ന് മനസ്സിലാക്കി തിരുത്താൻ CPM തയ്യാറായാൽ നല്ലതെന്നും MP പറഞ്ഞു. ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ജനങ്ങളെ വിഭജിച്ച് വർഗീയ സംഘർഷമുണ്ടാക്കി നേട്ടം കൊയ്യാനുള്ള LDFന്റെ നീക്കങ്ങൾക്ക് ജനം നൽകിയ മറുപടിയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലമെന്ന് KC വേണുഗോപാൽ MP പറഞ്ഞു. LDFന്റെ വർഗീയ ഭാഷ്യം പ്രചരിപ്പിച്ച എല്ലാവർക്കുമുള്ള തിരിച്ചടിയാണിത്. വാമനപുരത്ത് സുധീർ ഷായും കൊച്ചിയിൽ മുഹമ്മദ് ഷിയാസും തവനൂരിൽ VS ജോയിയുമെല്ലാം ഒരേ വിഭാഗത്തിന്റെ സ്ഥാനാർത്ഥിയാണെന്നാണ് LDF പ്രചരിപ്പിച്ചത്. പക്ഷേ ജാതി മതങ്ങൾക്ക് അതീതമായി ചിന്തിച്ച ജനങ്ങൾ അവരെ ജയിപ്പിച്ചു. കൊച്ചിയിലെ ക്രൈസ്തവർ ഷിയാസിനെയും തവനൂരിലെ മുസ്ലിങ്ങൾ ജോയിയെയും ജയിപ്പിച്ചത് മതം നോക്കിയല്ലെന്നും KC വേണുഗോപാൽ പറഞ്ഞു. ജാതിയും മതവും നോക്കിയല്ല, സ്ഥാനാർത്ഥിയുടെ നന്മയും പാർട്ടിയുടെ ആശയവും നോക്കിയാണ് മലയാളികൾ വോട്ട് ചെയ്യാറുള്ളത്. ബംഗാളിലെയും അസമിലെയും തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ യഥാർത്ഥ ജനവിധിയായി കാണാനാവില്ല. അസമിൽ BJPക്ക് അനുകൂലമായി മണ്ഡലങ്ങൾ വെട്ടിമുറിച്ചാണ് തെരഞ്ഞെടുപ്പ് നടത്തിയത്. അതേ രീതി രാജ്യം മുഴുവനും നടപ്പാക്കാനാണ് കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ ബില്ല് കൊണ്ടുവന്നത്. അതുകൊണ്ടാണ് പ്രതിപക്ഷം അതിനെ എതിർത്തത്. ഒരു പാർട്ടിയും ചെയ്യാൻ പാടില്ലാത്ത, ഒരു സർക്കാരും ചെയ്യാൻ പാടില്ലാത്ത ധിക്കാരപരമായ കാര്യങ്ങളാണ് കഴിഞ്ഞ 10 വർഷം CPMഉം അതിനെ നയിച്ച പിണറായി വിജയനും ചെയ്തത്. പാർട്ടിയുടെ പോക്ക് തെറ്റായ വഴിയിലൂടെയായിരുന്നുവെന്ന് മനസ്സിലാക്കി തിരുത്താൻ CPM തയ്യാറായാൽ അത് നല്ലതാകുമെന്നും MP പറഞ്ഞു. CDNet ന്യൂസ്, കായംകുളം.